പഞ്ചസാര നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ പഞ്ചസാരയുടെ സ്ഥിരമായ ഉപയോഗം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നു, അല്ലെങ്കിൽ പാടെ ഉപേക്ഷിക്കുന്നു. ഈ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാവും, അതേപറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ നിർത്തുവാണെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഒരാഴ്ച നിങ്ങളൊന്ന് നിർത്തി നോക്ക്, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ഒരു മാസം ഒന്ന് നിർത്തി നോക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിയാലുണ്ടാകുന്ന നിങ്ങൾക്ക് ശരീരത്തിന് ലഭിക്കുന്ന പ്രയോജനങ്ങൾ. അതിൽ ഏതൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. ഏറ്റവും പ്രധാനം, ഇത് പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ കുറയുന്നു. അപ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം ഉണ്ടാകുന്നത് കുറയുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രമേഹം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പ്രമേഹം വരാതിരിക്കുവാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രമേഹം ഉള്ള ഒരു വ്യക്തിക്ക് പ്രമേഹം അവരുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാനും നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ കുറയുകയാണെങ്കിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ സങ്കീർണതകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. പഞ്ചസാര നമ്മൾ നിർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫാറ്റി ലിവർ ഇന്ന് വളരെ സാധാരണയാണ്. നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് പലരുടെയും ഫാറ്റി ലിവർ കണ്ടെത്തുന്നത്. പലരും നമ്മൾ സ്കാൻ ചെയ്യാത്തത് കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നില്ല. ഈ ഫാറ്റി ലിവർ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഗ്രേഡ് 1, ചിലപ്പോൾ അത് ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ ആകാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ ഗ്രേഡ് 3 ആയിട്ടുള്ളവർക്ക് അത് ഗ്രേഡ് 2 ആക്കുവാനും പിന്നെ ക്രമേണ അത് ഗ്രേഡ് 1 ആക്കുവാനും അത് ക്രമേണ അവരുടെ ലിവറെ നോർമൽ ആക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഈ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്നത് വണ്ണം കുറയ്ക്കുവാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമിതവണ്ണം ഇന്ന് ഉള്ളവർ ധാരാളമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അമിതവണ്ണം കുറയ്ക്കുവാനും ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് അവരുടെ വെയ്റ്റ് കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ നിർത്തുവാണെങ്കിൽ. ഒരു മാസം നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തുവാണെങ്കിൽ 1 മുതൽ 2 കിലോഗ്രാം വരെ തൂക്കം കുറയ്ക്കുവാൻ സഹായിക്കുമത്രേ. കാരണം ഈ പഞ്ചസാര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എംപ്റ്റി കലോറിക് ഫുഡാണ്. അതിനകത്ത് കാലറി ധാരാളമുണ്ട്. ഈ കാലറി നമ്മുടെ ശരീരം ഉപയോഗിച്ച് മിച്ചം വരുന്ന കാലറി മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ണം കൂടുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ തൂക്കം കൂടുന്നത്. അപ്പോൾ അമിതവണ്ണമുള്ളവർക്ക് അത് കുറയ്ക്കാനും തൂക്കം സാധാരണഗതിയിൽ കൂടുതൽ തൂക്കമുള്ളവർക്ക് അവരുടെ തൂക്കം നോർമലാക്കുവാനും നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ മാത്രം മതി. പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനാണ്. നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും. ഹൃദയാഘാതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വളരെ സാധാരണയാണ്. നമ്മൾ ചെറുപ്പക്കാരെ പോലും ഇന്ന് ഹൃദയാഘാതം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയാഘാതം വരാതിരിക്കണമെങ്കിൽ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാൽ മതി. അത് പല രീതി ഹൃദയാഘാത റിസ്കിനെ തടയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ വെയിറ്റ് കുറയുന്നു, വണ്ണം കുറയുന്നു. അത് ഹൃദയാഘാത സാധ്യതയെ കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹമുള്ളവർക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ പ്രമേഹം കുറയുന്നതും നമുക്ക് ഹൃദയാഘാത റിസ്ക് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയും. പഞ്ചസാര നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് കൂടുതലുണ്ടാകും. അപ്പോൾ നീർക്കെട്ട് കൂടുതലുണ്ടാകുന്നതും നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യതയും കുറയുന്നു. നമ്മുടെ ശരീരത്തിലെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കുവാൻ പഞ്ചസാര നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ കൊറോണറി ധമനിയിൽ കൂടിയും രക്തം കൂടുതലായിട്ട് കടന്നു വരും. അപ്പോൾ ഹൃദയാഘാത സാധ്യത വളരെ കുറയുവാൻ സാധ്യതയുണ്ട്. നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റു പല പ്രയോജനങ്ങളുമുണ്ട്. സൂചിപ്പിച്ച പോലെ നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടുന്നു. അപ്പോൾ നമുക്ക് ചില്ലറ രോഗങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. സാധാരണ വൈറൽ പനി പോലും ചിലപ്പോൾ നമ്മളെ ബാധിക്കുകയില്ല.
പിന്നെ ഇതിൻ്റെ നമുക്ക് ഓർമ്മശക്തി കൂട്ടുവാൻ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കും. പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കുവാൻ സാധിക്കും. ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ കൂടുതൽ ചെന്ന് കഴിയുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് അല്ലെങ്കിൽ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നല്ലപോലെ ഉറക്കം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പഞ്ചസാരയൊന്ന് നിർത്തി നോക്ക്, അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഉറക്കം വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും നമ്മൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. പഞ്ചസാര കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയും. മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ ഉറക്ക ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ മെലാറ്റോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു. അപ്പോൾ നമുക്ക് നല്ലപോലെ ഉറക്കം ലഭിക്കുന്നു. പിന്നെ നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം നിങ്ങളുടെ ത്വക്കിനാണ്. അതായത് ത്വക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം. അതായത് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു കുറയ്ക്കുവാൻ അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ പ്രായം ചെന്നവർക്കൊക്കെ ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് പ്രായം കുറച്ച് തോന്നിക്കണമെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ മതി. മറ്റൊരു പ്രയോജനം, പഞ്ചസാര നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടും എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഡെൻ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ പല്ല് കേടുവരുന്നു, അവരുടനെ ഡെൻ്റൽ സർജനെ കാണിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികളാണ് കൂടുതലും പഞ്ചസാര ചേർത്ത ബിസ്ക്കറ്റ് അല്ലെ ക്രീം ബിസ്ക്കറ്റോ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മിക്കപ്പോഴും അത് അവരുടെ പല്ലിൻ്റെ ഇടയ്ക്ക് അത് തങ്ങി നിൽക്കുന്നു, അല്ലെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അവർ പല്ല് വൃത്തിയാക്കുവാനോ അല്ലെ കുലുക്കുഴിയാനോ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗ്ലൂക്കോസാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, അല്ലെ പഞ്ചസാരയാണ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബാക്ടീരിയയ്ക്കൊക്കെ നല്ല ഒരു ഭക്ഷണമാണ്. അപ്പോൾ ബാക്ടീരിയയിൽ അണുബാധ ഉണ്ടാകുന്നു, അത് ക്രമേണ പല്ലിന് കേടുവരുത്തുന്നു. പിന്നെ നമുക്ക് ഉടനെ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടി വരുന്നു. അപ്പം നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുവാണെങ്കിൽ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. അമേരിക്കയിലും മറ്റും 1 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് വരെ പഞ്ചസാര കൊടുക്കുന്നത് അവിടെ നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. 1 വയസ്സ് കഴിഞ്ഞാലേ കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കുവാൻ അവിടെ അനുവാദമുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം ഇങ്ങനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു എംപ്റ്റി കലോറിക് ഫുഡാണ്. അതിനകത്ത് ഒട്ടും പോഷകങ്ങളൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് കാലറി ധാരാളമായിട്ടുണ്ട്. ഈ കാലറി മുഴുവൻ കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെ ഇതൊരു റിഫൈൻഡ് ഫുഡാണ്. അതായത് കരിമ്പിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും കരിമ്പിൽ നിന്നുള്ള എല്ലാ പോഷകങ്ങളും, എല്ലാ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നീക്കിയിട്ട് ആ മധുരം തരുന്ന മോളിക്യൂൾ മാത്രമേ നമുക്ക് പഞ്ചസാരയായിട്ട് കിട്ടുന്നുള്ളൂ. അതിൻ്റെ പേരാണ് സുക്രോസാണ്. അപ്പോൾ പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ കഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഉടനെ ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ ശരീരം അതിനെ സ്വീകരിക്കുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ഉയരും. രക്തത്തിലെ പഞ്ചസാര ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്നൊരു സ്റ്റേജിലേക്ക് മാറും. അത് ശരീരത്തിന് കേടുവരുത്തുന്ന ഒന്നാണ്. ഏത് കെമിക്കലാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അതതിൻ്റെ നോർമൽ ലെവലിൽ തന്നെ കീപ്പപ്പ് ചെയ്യണം. തൈറോയ്ഡ് ഹോർമോൺ ആണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാതെ വരുന്ന ഒരു കാര്യത്തിലേക്ക് മടങ്ങും. അപ്പോൾ പ്രമേഹം ഇല്ലാത്തവർക്ക് അത് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും. നമുക്ക് കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നു, നമുക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യുവാൻ നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നു, നമുക്ക് നല്ല ഉറക്കം വരുന്നു. നിരവധി പ്രയോജനങ്ങളാണ് നമ്മൾ പഞ്ചസാര കട്ട് ചെയ്യുകയോ അല്ലെ പഞ്ചസാര ഉപേക്ഷിക്കുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ പഞ്ചസാരയുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കാം. തീർത്തും ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. ഇനിയും പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേന് അല്ലെങ്കിൽ 1 മാസത്തേന് നിങ്ങളതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. പക്ഷേ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ നോക്കുമ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാം. അതായത് ഈ പഞ്ചസാരയ്ക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. അതായത് പഞ്ചസാരയ്ക്ക് അഡിക്ഷൻ എന്ന സ്വഭാവമുണ്ട്. നമ്മൾ ഈ കൊക്കൈൻ അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പ്രയാസമാണ് അവർക്ക്. അതായത് അവരുടെ ശരീരം വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെടും. അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയ്ക്കും അങ്ങനെ അഡിക്ഷൻ എന്നൊരു സ്വഭാവമുണ്ട്. നമ്മൾ കേക്ക് ദിവസവും കഴിക്കുന്നു, അല്ലെ പഞ്ചസാരയിട്ട് ചായ കാപ്പി കുടിക്കുന്നു. അങ്ങനെ ദിവസവും
നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വീണ്ടും പഞ്ചസാര ഉപയോഗിക്കാനുള്ള ആർത്തി വരുന്നു. അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അഡിക്ഷനുള്ള ഒരു വ്യക്തിക്ക് ഈ പഞ്ചസാര പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വിഡ്രോവൽ സിംറ്റം എന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവും. അതായത് പഞ്ചസാര നിർത്തി കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അസ്വസ്ഥത വരുന്നു, അതായത് പെട്ടെന്ന് അവർക്ക് ടെൻഷൻ വരുന്നു, അവർക്കൊരു ഇറിറ്റേഷൻ വരുന്നു, പെട്ടെന്ന് ആങ്സൈറ്റി വരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, അവർക്ക് ഉറക്കക്കുറവുണ്ടാകുന്നു, അവർക്ക് മനംമറിച്ചിൽ വരുന്നു, അല്ലെ ഛർദ്ദിക്കുന്നു. ഇങ്ങനെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ വിഡ്രോവൽ സിംറ്റം മൂലം ഉണ്ടാകാം. അപ്പോൾ അവരൊരു കാര്യം ചെയ്യണം, നമ്മൾ പഞ്ചസാര നിർത്താൻ ആഗ്രഹിക്കുന്നവരും പ്രത്യേകിച്ച് ഇതിന് അഡിക്ഷൻ ഉള്ളവരും അത് പെട്ടെന്ന് നിർത്തരുത്. അത് നമുക്ക് സാവകാശം നിർത്തുക. ഒരാഴ്ച കൊണ്ട് പതുക്കെ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വന്നിട്ട് നിർത്തുക. എല്ലാ ദിവസവും 5-6 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നവർ അടുത്ത ദിവസം അതിൻ്റെ അളവ് 3-4 ആയിട്ട് കുറയ്ക്കുക. അതിൻ്റെ അടുത്ത ദിവസം അത് 2 ടീസ്പൂൺ ആക്കുക. അങ്ങനെ നമുക്ക് ഒരാഴ്ച കൊണ്ട് കുറച്ച് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കും. അപ്പോൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ നിർത്തുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ വളരെ നിരവധിയാണ്. അത് നിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന പല ഘടകങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടും. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.